ഒരു പുതിയ ജന്മം കൂടിയേ തീരൂ. എബ്രായ ലേഖനം 10:19 മുതൽ 25 വരെ. ധ്യാനത്തിനായിട്ട് 23-ാം വാക്യം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഒരിക്കൽ ഒരു ഹൈന്ദവ ഭക്തനെ സുപ്രസിദ്ധ പണ്ഡിതനും തത്വചിന്തകനുമായ ഒരു ക്രൈസ്തവ മിഷണറിക്ക് ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തി. അത് ദേഹമാണെന്ന് സുഹൃത്ത് പറഞ്ഞ് തീർത്തതോടൊപ്പം ദി ഓൺലി ക്രിസ്ത്യൻ ഇൻ കോട്ടയം എന്ന് ആ ഹൈന്ദവ ഭക്തൻ തന്നെ കൂട്ടി ചേർത്തു. ഇത് വെറും ഒരു നേരമ്പോക്കായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരു യാഥാർത്ഥ്യം അനാവരണം ചെയ്യുന്നുണ്ട്. ഇന്ന് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഉള്ള ജാതിനാമം ധരിച്ചിട്ടുള്ളവർ യഥാർത്ഥത്തിലുള്ള ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ അല്ലെന്നുള്ളതാണ് വാസ്തവം. ജാതിപ്പേര് രേഖപ്പെടുത്തേണ്ടി വരുമ്പോൾ ഈ പേരുകൾ രേഖപ്പെടുത്തുവാനല്ലാതെ അവയുടെ അന്തസത്ത ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെന്നുള്ളതല്ലേ ശരി. ആദ്യ ശതകം മുതൽ തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്ന പുരാതന നസ്രാണികൾ ഇവിടെയുണ്ട്. പക്ഷേ ഒരു ക്രൈസ്തവൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ ക്രിസ്ത്യാനികളെ കാണാൻ കഴിയുന്നില്ല. ക്രിസ്ത്യാനി എന്ന മേൽവിലാസം കൊണ്ട് അർത്ഥമില്ല എന്നത്രേ അത് സൂചിപ്പിക്കുന്നത്. ഏതു മതക്കാരായാലും ദൈവചൈതന്യം ജീവിതത്തിൽ കൂടി പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തങ്ങളുടെ ജാതിനാമം അർത്ഥശൂന്യമായി തീരും. മതസമ്മേളനങ്ങളിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ പോയ ശേഷം മടങ്ങി വന്ന് സാധാരണ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ തങ്ങളുടെ ഭക്തി ചൈതന്യം പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ജാതിനാമധാരികളായി തുടരുന്നവരായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. നവജീവൻ പ്രാപിക്കുക എന്നതാണ് ജീവിത സൗഭാഗ്യത്തിൻ്റെ അടിസ്ഥാന ശില. പാപം അഥവാ തിന്മ ചെയ്യുന്നതിനുള്ള പ്രവണതയോടുകൂടിയ പ്രകൃതി മനുഷ്യനിൽ ജന്മന കുടികൊള്ളുന്നു. അത് മനുഷ്യനെ അസന്തുഷ്ടനും കുറ്റബോധമുള്ളവനാക്കി തീർക്കുന്നു. ജീവിതം പാഴായിപ്പോയല്ലോ എന്ന നഷ്ടബോധം മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ പിടിയിൽ നിന്നുള്ള മോചനം മാത്രമാണ് അതിനുള്ള പോംവഴി. അതെങ്ങനെ സാധിക്കും? നമ്മുടെ ആളത്വത്തിന് ഒരു നവജന്മം ഉണ്ടാവുകയും അങ്ങനെ പുതിയ സൃഷ്ടികളായി തീരുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. നമ്മുടെ നൈസർഗികമായ പ്രകൃതിയുടെ കേടുപാട് പോക്കുകയല്ല ദൈവം ചെയ്യുന്നത്. പിന്നെയോ ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് അവിടുന്ന് നവജന്മം നൽകുകയും അങ്ങനെ അവർ പുതിയ സൃഷ്ടികളായി തീരുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കേടുപോക്കൽ എന്ന പാഴ്വേല ഉപേക്ഷിച്ച് ജീവിതം ദൈവത്തെ ഏൽപ്പിക്കുക. ദൈവം ജീവിതത്തെ ഒരു പുതു ശില്പമാക്കി തീർക്കുകയും അവിടുന്ന് നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ഭടനും പണ്ഡിതനുമായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഒരുവൻ ക്രിസ്തുവിനോട് ഏകീഭവിച്ചാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. പഴയത് പോകുകയും പുതിയത് വരികയും ചെയ്യുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5:17. തത്വചിന്തകൻ്റെ അമൂർത്തമായ സിദ്ധാന്തങ്ങളിൽ ശരണപ്പെടുവാനല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തോട് ഏകീഭവിക്കുന്ന പുതിയ ജന്മം കൈക്കൊള്ളുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. ഈ സജീവ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ നാം ചെയ്തു പോയ തിന്മകൾ അവിടുന്ന് ക്ഷമിച്ച് എന്ന ദൃഢബോധ്യം നമുക്ക് ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു നൂതന ജന്മം നമ്മിലുണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷവും സമാധാനവും നമുക്കുണ്ടാകൂ. ഓർക്കണമേ, പ്രബോധനമല്ല പ്രവൃത്തിയാണ് പ്രധാനം. മത്തായി എഴുതിയ സുവിശേഷം 16:24. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.